ഓൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്രോച്ചാണ്. The high quality and productivity as the basic objective which is to be achieved consistently for large scale problems and under dynamics of changes. നമ്മൾ മുന്നേ പല പ്രാവശ്യം പറഞ്ഞു ഹൈ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി സോഫ്റ്റ്വെയർ ആണ് നമുക്ക് വേണ്ടത്. ആ ഒരു ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. അതേപോലെ ചേഞ്ച് ചെയ്യുന്ന എൻവിറോൺമെൻറ്റിനൊക്കെ ആ ചേഞ്ചിങ് എൻവിറോൺമെൻറ്റിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. സോ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഹൈ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി തന്നെയാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യാൻ കഴിയണം. മാത്രമല്ല അണ്ടർ ദ ഡൈനാമിക്സ് ഓഫ് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിനൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കണം. The Q&P achieved during a project will clearly depend on many factors. നമ്മൾ ഈ പറഞ്ഞ Q&P അല്ലെങ്കിൽ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മെയിനായിട്ട് 3 ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന് പീപ്പിളാണ്, പിന്നെ ഒന്ന് പ്രോസസ്സാണ്, പിന്നെ ഒന്ന് ടെക്നോളജിയാണ്. ഇതിന് 3നെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് അയൺ ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. ടെക്നോളജി, പീപ്പിൾ, പ്രോസസ്സ്, ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റിൻ്റെ ജസ്റ്റ് ഒരു അയൺ ട്രയാങ്കിൾ കാണിച്ചതാണ്. In software engineering, the focus is primarily on process. Process form heart of software engineering. Process is what takes us from the user needs to software that satisfy the needs. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് പ്രോസസ്സ് തന്നെയാണ്. കാരണം പ്രോസസ്സാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല യൂസർ നീഡ് എന്താണോ അതിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഈ പ്രോസസ്സിലൂടെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ യൂസർ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു സോഫ്റ്റ്വെയറിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ ബേസിക് അപ്രോച്ച് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ടു സെപ്പറേറ്റ് ദ പ്രോസസ് ഫോർ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ ഫ്രം ദ ഡെവലപ്ഡ് പ്രൊഡക്റ്റ്. അതായത് ഡെവലപ്പ് ചെയ്ത് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. സോ അതിൽ നിന്ന് കുറേ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും സെപ്പറേറ്റഡ് ആയിട്ടുള്ളതും ഡിഫറെൻ്റ് ആയിട്ടുള്ളതും ആയിരിക്കണം നമ്മുടെ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് ഒരു ബേസിക് അപ്രോച്ച്. എന്നാൽ സെയിം സാധനമാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഏതൊന്ന് സോഫ്റ്റ്വെയർ എടുക്കുമ്പോഴേ അതിനൊരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പുതുതായിട്ടുള്ളത് വേണം. The premise is that to a large degree of software process determine the quality of the product and productivity achieved. നമ്മൾ ലാർജ് ഡിഗ്രി സോഫ്റ്റ്വെയർ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ക്വാളിറ്റിയാണ്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ അത് അച്ചീവ് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം. Hence to tackle the problem domain and successfully face that challenges that software engineering faces, one must focus on software process. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലം ഡൊമെയിൻസിൻ്റെ കേസിലൊക്കെ. സോ അത്തരം പ്രോബ്ലം ഡൊമെയിൻസൊക്കെ സോൾവ് ചെയ്ത് സൊല്യൂഷൻ ഡൊമെയിനിലേക്ക് എത്താനും ഇതേപോലുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചലഞ്ചസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ചലഞ്ചസൊക്കെ സോൾവ് ചെയ്യാനും നമ്മൾ ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സിൽ മസ്റ്റായിട്ടും ഫോക്കസ് കൊടുക്കണം. Design of proper software process and their control then become key goal of software engineering research. നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഡിസൈൻ ചെയ്യുകയും അത് നല്ല എന്താ പറയുക അത് നമ്മൾ അക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിങ്ങനെ പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റിസർച്ചിലേക്ക് എത്തിപ്പെടാൻ കഴിയും. It is the focus on process that distinguish software engineering from most other computing disciplines. ഈ ഒരു ചേഞ്ചസ് ആണ്, അതായത് നമ്മളിങ്ങനെയും ആ ഒരു ഡിസൈനിങ് ഇതൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് സോഫ്റ്റ്വെയർ, അതായത് ഈ പ്രോസസ്സിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് തന്നെയാണ് മറ്റ് കമ്പ്യൂട്ടിംഗ് ഡിസിപ്ലിൻസിനൊക്കെ നമ്മളുടെ സോഫ്റ്റ്വെയറിന് ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ ഡിസിപ്ലിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഡക്റ്റ് അൽഗോരിതംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാറ്റാബേസും ഒക്കെ ആണെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നമ്മുടെ പ്രോസസ്സിനെയാണ്, അതായത് ആ സ്റ്റെപ്പുകൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ള കമ്പ്യൂട്ടിംഗ് ഡിസിപ്ലിൻ എന്നൊക്കെയുള്ള ഒരു ഡിഫറൻസ് വരുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് എസെൻഷ്യലി ദ സോഫ്റ്റ്വെയർ ഇക്വലൻ്റ് ഓഫ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സോഫ്റ്റ്വെയർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് എഞ്ചിനീയറിങ്ങിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, അതേ എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കുന്നത്. പക്ഷേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് മാത്രം. ഫേസ്ഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, നമുക്കറിയാം നമ്മുടെ പ്രോസസ്സ് നമ്മൾ ഓരോ ഫേസ് ആയിട്ടാണ് നമുക്കറിയാം. റിക്വയർമെൻറ്റ് അനാലിസിസ്, പിന്നെ കോഡിങ്, ടെസ്റ്റിങ്, ഡിസൈനിങ്, കോഡിങ്, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരുപാട് ഫേസസ് ഉണ്ട്. നമ്മൾ അത്രയും ഫേസുകൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോസസ്സിൻ്റെ ഫേസസ് എന്നാണ് പറയാൻ പോകുന്നത്.
എ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് പ്രോസസ്സ്. ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന് ഒരുപാട് ഫേസസ് കടന്നു പോയിട്ടാണ് അത് ഡെവലപ്പായി വരുന്നത്. ഈച്ച് ഫേസ് എൻഡിങ് വിത്ത് എ ഡിഫൈൻഡ് ഔട്ട്പുട്ട്. ഓരോ ഫേസ് കഴിയുമ്പോഴും ഓരോ ഡിഫൈൻഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. ദ ഫേസസ് ആർ പെർഫോംഡ് ഇൻ ഓർഡർ ടു സ്പെസിഫൈ ബൈ ദ പ്രോസസ് മോഡൽ ബീങ് ഫോളോഡ്. നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോസസ് മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ് മോഡൽ നമ്മൾ എടുക്കുക, അത് ഫോളോ ചെയ്ത് പോവുക, അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. The main reason for having a phased process is that break the problem of developing software into successfully performing set of phases each handling a different concern of software development. നമ്മൾ ഒരു ലാർജ് സ്കെയിൽ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒറ്റ റൗണ്ടിൽ ഔട്ട്പുട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുന്ന കേസിൽ പകരം നമ്മൾ ഓരോ ഫേസസ് ആക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോംപ്ലക്സിറ്റി നമുക്ക് കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓരോ ഫേസസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് കൺസേൺ ആയിട്ട് നമുക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് എല്ലാം കൂടി ഒരുമിച്ച് വോൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാതെ ഓരോന്നും ഓരോ ഫേസ് ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സോൾവ് ചെയ്യാനും പറ്റും. ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊരു വോൾ എന്നുള്ള രീതി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഇഷ്യൂ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പകരം ഫേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. This ensures that the cost of development is lower than what would be have been if the whole problem was tackled together. എല്ലാ പ്രോബ്ലങ്ങളും ഒരുമിച്ച് ടാക്കിൾ ചെയ്യുന്നതിനേക്കാൾ കോസ്റ്റ് കുറവ് എന്തായിരിക്കും? ഇങ്ങനെ ഫേസ് ആയിട്ട് നമ്മൾ പ്രോസസ്സ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. Furthermore, a phased process allows proper checking for quality and progress at some defined points during the development. മാത്രമല്ല നമ്മളിങ്ങനെ ഫേസ്ഡ് പ്രോസസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്വാളിറ്റി ചെക്കിങ്ങും പ്രോഗ്രഷനൊക്കെ എവിടെ എത്തിയെന്നൊക്കെ എപ്പോഴും ഓരോ പോയിൻറ്റ്സിലും ചെക്ക് ചെയ്യാനും കഴിയും. വിതൗട്ട് ദിസ് വൺ വുഡ് ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ദ എൻഡ് ഓഫ് സി വാട്ട് സോഫ്റ്റ്വെയർ ഹാവ് ബീൻ പ്രൊഡ്യൂസർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻഡ് ഓഫ് ദ സോഫ്റ്റ്വെയർ എത്തിക്കഴിയണം, എന്നാലേ നമുക്ക് ഇതെന്താണ് അവസ്ഥ ആണെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്ലിയർലി ദിസ് വിൽ നോട്ട് വർക്ക് ഫോർ ലാർജ് സിസ്റ്റം. നമുക്കറിയാം ഇത് ഒരിക്കലും വലിയ സിസ്റ്റത്തിനകത്ത് കേസ്, ലാർജ് സിസ്റ്റത്തിൻ്റെ കേസ് ഒന്ന് വരുമ്പോൾ ഇത് സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. ഹെൻസ് ഫോർ മാനേജിങ് ദ കോംപ്ലക്സിറ്റി, പ്രൊജക്ട് ട്രാക്കിംഗ് ആൻഡ് ക്വാളിറ്റി ആൻഡ് ഓൾ ദ ഡെവലപ്മെൻറ്റ് പ്രോസസ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഫേസസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കോംപ്ലക്സിറ്റി മാനേജ് ചെയ്യുന്നിടത്തും പ്രൊജക്ട് ട്രാക്കിങ്ങിലും അതേപോലെ ക്വാളിറ്റിയും ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനൊക്കെ നമ്മൾ ഓരോ ഫേസസ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ ഫേസ്ഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ് സെൻട്രൽ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അപ്രോച്ച് ഫോർ സോൾവിങ് ദ സോഫ്റ്റ്വെയർ ക്രൈസിസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ ക്രൈസിസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേരിയസ് പ്രോസസ് മോഡൽസ് ഹാവ് ബീൻ പ്രപ്പോസ്ഡ് ഫോർ ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർസ്. ഒരുപാട് പ്രോസസ് മോഡൽസ് ഇന്ന് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഫാക്ട് മോസ്റ്റ് ഓർഗനൈസേഷൻ ഫോളോ പ്രോസസ് ഹാവ് ദെയർ ഓൺ വേർഷൻ. പല ഓർഗനൈസേഷൻസും അവരുടെ വേർഷനിലുള്ള പ്രോസസ് മോഡൽസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. എനി പ്രോബ്ലം സോൾവിങ് ഇൻ സോഫ്റ്റ്വെയർ മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്ലിയർലി സ്റ്റാൻഡിങ് ദ പ്രോബ്ലം, design for deciding a plan for solution, coding for implementing the planned solution, testing for verifying the programs. അപ്പോൾ നമ്മൾ ഏത് പ്രോബ്ലം സോൾവിങ് സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒരുപാട് ഫേസസ് ഉണ്ട്. ഫസ്റ്റ് എന്താണ്? റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ആണ്. നമ്മൾ ക്ലിയർലി എന്താണ് പ്രോബ്ലം എന്ന് സ്റ്റേറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡിസൈനാണ്, അതായത് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു റിക്വയർമെൻറ്റിൻ്റെ ബേസിൽ, സോ അതിനെ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോഡിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത സൊല്യൂഷൻസിന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് കോഡിങ്ങിലൂടെ. എന്നിട്ട് പിന്നെ ഈ ചെയ്ത് വെച്ച കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാംസൊക്കെ വെരിഫൈ ചെയ്യുകയാണ് ടെസ്റ്റിങ്ങിലൂടെ. ഓക്കെ. ഫോർ സ്മാൾ പ്രോബ്ലംസ് ദീസ് ആക്ടിവിറ്റീസ് മേ നോട്ട് ബീൻ എക്സ്പ്ലിസിറ്റ്ലി. ചെറിയ സിസ്റ്റത്തിൻ്റെ കേസ് ആകുമ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കാം. ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ബൗണ്ടറീസ് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് മേ നോട്ട് ബി ക്ലിയർലി ഡിഫൈൻ. അതിനകത്ത് പ്രത്യേകിച്ച് അതൊന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. സോ അതത്ര കോംപ്ലക്സിറ്റി വരുന്നില്ല. നോ റിട്ടേൺ റെക്കോർഡ് ഓഫ് ദ ആക്ടിവിറ്റീസ് മേ ബി കെപ്റ്റ്. റിട്ടേൺ റെക്കോർഡൊന്നും വേണ്ടി വരില്ല ചെറിയ സ്മോൾ പ്രോബ്ലംസിൻ്റെ കേസിൽ. However, systematic approach require that each of these problem solving activities be done formally. പക്ഷേ നമ്മൾ സിസ്റ്റമാറ്റിക് അപ്രോച്ചിലേക്ക് വരികയാണെങ്കിൽ നമ്മളിതൊക്കെ ഫോർമലി തന്നെ ചെയ്യണം, പ്രത്യേകിച്ച് ലാർജ് സിസ്റ്റത്തിൻ്റെ കേസിൽ. ഇൻഫാക്ട് ഫോർ ലാർജ് സിസ്റ്റം സം ഈസ് ആക്ടിവിറ്റി ക്യാൻ ബി ഇറ്റ്സെൽഫ് എക്സ്ട്രീംലി കോംപ്ലക്സ്. ഓരോ ആക്ടിവിറ്റീസും കോംപ്ലക്സിറ്റി ഉള്ളതായിരിക്കും. ആൻഡ് മെത്തഡോളജീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ നീഡഡ് ടു പെർഫോം ദം എഫിഷ്യൻ്റ്ലി ആൻഡ് കറക്റ്റ്ലി. നമുക്കറിയാം ലാർജ് സിസ്റ്റത്തിൻ്റെ കേസ് വരുമ്പോൾ ഈ പറഞ്ഞ ഓരോ സ്റ്റേജുകളും ഓരോ ഫേസുകളും കോംപ്ലക്സിറ്റി ഉള്ളതായതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് മെത്തഡോളജീസും പ്രൊസീജിയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിതൊക്കെ എഫിഷ്യൻ്റായിട്ടും കറക്റ്റ്ലി ആയിട്ടൊക്കെ പെർഫോം ചെയ്യിക്കാൻ. Though different process models will perform these phases in different manners, they exist in all processes. എന്നാൽ ഡിഫറെൻറ്റ് പ്രോസസ് മോഡൽസ് ഈ ഫേസസ് ഒക്കെ ചെയ്യുന്നത് ഓരോ മാനേഴ്സിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് ചൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യിക്കാം.
അപ്പോൾ എനിവേ സ്മോൾ സിസ്റ്റത്തിൻ്റെ കേസ് വരുമ്പോൾ ഒരു പക്ഷേ ഇതൊന്നും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരില്ലായിരിക്കാമെങ്കിലും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ലാർജ് സ്കെയിൽ സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം ഡൊമൈനകത്ത് പറഞ്ഞിരുന്നു ഇൻഡസ്ട്രിയൽ സ്ട്രെങ്ത് സോഫ്റ്റ്വെയർ ഒക്കെ പറഞ്ഞു, അതിനകത്തൊക്കെ വരുന്ന കോംപ്ലക്സിറ്റീസൊക്കെ ഇത്രയും മെത്തഡോളജീസും പ്രൊസീജിയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഫേസസ് ആണ് നമ്മളുടെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആണ്. റിക്വയർമെൻറ്റ് അനാലിസിസ് ഈസ് ഡൺ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ദ സോഫ്റ്റ്വെയർ സിസ്റ്റം ഈസ് ടു സോൾവ്. എന്താണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം എന്നാണ് നമ്മൾ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. അതാണ് റിക്വയർമെൻറ്റ് അനാലിസിസിൽ മെയിനായിട്ട് പറയാനുള്ളത്. ദ എംഫസിസ് ഇൻ റിക്വയർമെൻറ്റ് അനാലിസിസ് ഓൺ ഐഡൻറ്റിഫൈ വാട്ട് ഈസ് നീഡഡ് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് ഫസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ. നോട്ട് ഹൗ ദ സിസ്റ്റം വിൽ അച്ചീവ് ഇറ്റ്സ് ഗോൾസ്. എങ്ങനെ അത് അച്ചീവ് ചെയ്യുന്നു എന്നല്ല നമ്മൾ നോക്കണം, എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം. ഫോർ കോംപ്ലക്സ് സിസ്റ്റം ഈവൻ ഡിറ്റർമിനിങ് വാട്ട് ഈസ് നീഡഡ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷേ കുറച്ച് കോംപ്ലക്സിറ്റി ഉള്ള സിസ്റ്റമൊക്കെ ആകുമ്പോൾ എന്തൊക്കെയാണ് നീഡഡ് എന്നുള്ളതിൻ്റെ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് മാറും. ദ ഗോൾ ഓഫ് റിക്വയർമെൻറ്റ് ആക്ടിവിറ്റി ഈസ് ടു ഡോക്യുമെൻറ്റ് ദ റിക്വയർമെൻറ്റ് ഇൻ എ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. സോ നമുക്ക് എന്താണ് നമ്മളുടെ ഗോള്, റിക്വയർമെൻറ്റ് ആക്ടിവിറ്റിയുള്ള ഗോൾ എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കും. കോംപ്ലക്സിറ്റി ഉള്ള സിസ്റ്റംസ് ഒക്കെ ആകുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് SRS, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. There are two major activities in the phase. മെയിനായിട്ട് രണ്ട് ആക്ടിവിറ്റീസ് ഉള്ളത്, ഒന്ന് പ്രോബ്ലം അണ്ടർസ്റ്റാൻഡിങ് ഓർ അനാലിസിസ് ആണ്, ആൻഡ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പ്രോബ്ലം എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്നിട്ട് നമ്മൾ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ചെയ്യണം. പിന്നത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്, സോഫ്റ്റ്വെയർ ഡിസൈൻ. അപ്പോൾ റിക്വയർമെൻറ്റ് അനാലിസിസ് കഴിഞ്ഞു, നമ്മൾ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടാക്കി, നമുക്കുള്ളത് സോഫ്റ്റ്വെയർ ഡിസൈൻ ആണ്. The purpose of the design phase is to plan a solution of the problem specified by the requirement document. നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ് ചെയ്തിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ദിസ് ഫേസ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മൂവിങ് ഫ്രം ദ പ്രോബ്ലം ഡൊമൈൻ ടു സൊല്യൂഷൻ ഡൊമൈൻ. നമ്മൾ പ്രോബ്ലം ഡൊമൈനിൽ നിന്ന് സൊല്യൂഷൻ ഡൊമൈനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിസൈൻ ഫേസ്. In other words, starting with what is needed, design takes us toward how to satisfy the need. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളതിനേക്കാൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണമെന്നാണ്, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് അവിടെ തീരുമാനിക്കുന്നത്. ദ ഡിസൈൻ ഓഫ് എ സിസ്റ്റം ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ ഫാക്ടർ അഫക്റ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. ഈ ഡിസൈൻ എന്ന് പറയുന്ന ഫേസാണ് നമ്മളുടെ ക്വാളിറ്റിനെ, സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഹാസ് എ മേജർ ഇമ്പാക്റ്റ് ഓൺ ദ ലേറ്റർ ഫേസസ്, പെർട്ടിക്കുലർലി ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്. മാത്രമല്ല ഇതിന് പിന്നീട് വരുന്ന ടെസ്റ്റിങ്ങിലും മെയിൻ്റനൻസിലൊക്കെ വല്ലാത്തൊരു ഇമ്പാക്റ്റ് തന്നെ കൊണ്ടുവരാൻ കഴിയും നമ്മുടെ ഡിസൈൻ ഫേസ്. അതായത് ഡിസൈൻ ഫാളിപ്പോയാൽ പിന്നെ അങ്ങോട്ടുള്ള കോഡിങ് ആയാലും ശരി, മെയിൻ്റനൻസ് ആയാലും ശരി, ടെസ്റ്റിംഗ് ഒക്കെ ആയാലും ശരി, ബാഡ്ലി ഇമ്പാക്റ്റ് ഉണ്ടാവും. The design activity often result in 3 separate output: architecture design, high level design and detailed design. 3 രീതിയിലുള്ള സെപ്പറേറ്റ് ഔട്ട്പുട്ടുകൾ തന്നെ നമുക്ക് ഈ ഡിസൈൻ ഫേസിലൂടെ കൊണ്ടുവരാൻ കഴിയും. ഒന്ന് ആർക്കിടെക്ചർ ഡിസൈനാണ്, പിന്നെ ഒന്ന് ഹൈ ലെവൽ ഡിസൈനാണ്, പിന്നെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ആർക്കിടെക്ചർ ഫോക്കസ് ഓൺ ലുക്കിംഗ് അറ്റ് എ സിസ്റ്റം ആസ് എ കോമ്പിനേഷൻ ഓഫ് മെനി ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ആൻഡ് ഹൗ ദേ ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ടു പ്രൊഡ്യൂസ് ദ ഡിസൈർഡ് റിസൾട്ട്. നമ്മൾ ആർക്കിടെക്ചറോട് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരുപാട് കമ്പോണൻസിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ടോട്ടലിയാണ് നമ്മൾ ആർക്കിടെക്ചറോട് പറയുക. എങ്ങനെയാവും മറ്റുള്ള കമ്പോണൻസായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്നു, എങ്ങനെ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു എന്നൊക്കെയാണ് ആർക്കിടെക്ചറോട് മീൻ ചെയ്യുന്നത്. ദ ഹൈ ലെവൽ ഡിസൈൻ ഐഡൻറ്റിഫൈ ദ മൊഡ്യൂൾസ് ദാറ്റ് ഷുഡ് ബി ബിൽറ്റ് ഫോർ ഡെവലപ്പിംഗ് ദ സിസ്റ്റം ആൻഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ദീസ് മൊഡ്യൂൾസ്. ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മൊഡ്യൂൾസാണ് നമുക്കുള്ളത്, എങ്ങനെയാണ് അതിനകത്ത് സ്പെസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത് തീരുമാനിക്കുന്നതാണ് ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. At the end of the system design, all the major data structures, file format, output format also fixed. അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ സെറ്റ് ചെയ്യണം, ഡാറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഫോർമാറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം. പിന്നെയുള്ള ഡീറ്റെയിൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കൺസെപ്റ്റുകളും ഡീറ്റെയിൽഡ് ആയിട്ട് ലോ ലെവലിൽ ഡിസൈൻ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ഉള്ളത് കോഡിംഗ് ആണ്. The goal of the coding phase is to translate the design of the system into code in a given programming language. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചാൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളിപ്പോൾ ഇതുവരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ കോഡ് ചെയ്യുന്നതിനാണ് കോഡിംഗ് എന്ന് പറയാം. ഫോർ എ ഗിവൺ ഡിസൈൻ ദ എയിം ഇൻ ദ ഫേസ് ഈസ് ടു ഇംപ്ലിമെൻറ്റ് ദ ഡിസൈൻ ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റായ മാനറിൽ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കോഡിംഗ് ത്രൂ ആണ്. ദ കോഡിംഗ് ഫേസ് അതുപോലെ തന്നെ നമ്മളുടെ ഈ കോഡിങ് ടെസ്റ്റിങ്ങിനെയും മെയിൻ്റനൻസിനെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കോഡ് ക്യാൻ റെഡ്യൂസ് ദ ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് എഫേർട്ട്. അതായത് നമ്മുടെ കോഡിങ് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ടെസ്റ്റിങ്ങിലും മെയിൻ്റനൻസിൻ്റെ എഫേർട്ടൊക്കെ ഒരു പരിധിയിൽ വരെ കുറക്കാൻ പറ്റും. ബിക്കോസ് ദ ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ആർ മച്ച് ഹയർ ദാൻ ദ കോഡിംഗ് കോസ്റ്റ്.
ടെസ്റ്റിങ്ങിനും മെയിൻ്റനൻസിനൊക്കെ വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കോഡിങ്ങിനേക്കാൾ കൂടുതൽ വേണ്ടി വരും. സോ നമ്മൾ കോഡിങ് അത്രയും കറക്റ്റാക്കി കഴിഞ്ഞാൽ മാത്രമേ മറ്റേടത്തും, അതായത് നമ്മളുടെ മെയിൻ്റനൻസിനാവട്ടെ ടെസ്റ്റിങ്ങിനായിട്ട് കോസ്റ്റ് കുറക്കാൻ പറ്റുള്ളൂ. ദ ഗോൾ ഓഫ് കോഡിങ് ഷുഡ് ബി ടു റെഡ്യൂസ് ദ ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് എഫേർട്ട്. നമ്മളുടെ കോഡിങ്ങിൻ്റെ ഒരു ഗോളായിട്ട് തന്നെ വരുന്ന എന്താണ്? ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് എഫേർട്ട് കുറക്കാം എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് പറയാനുള്ളത് നമ്മുടെ ടെസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ദ മേജർ ക്വാളിറ്റി കൺട്രോൾ മെഷർ യൂസ് ഡ്യൂറിങ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനകത്തുള്ള ഒരു മേജറായിട്ടുള്ള ഒരു ക്വാളിറ്റി മെഷറാണ്. ഇറ്റ് ഈസ് ബേസിക് ഫങ്ഷൻ ഈസ് ടു ഡിറ്റക്ട് ഡിഫക്റ്റ് ഇൻ ദ സോഫ്റ്റ്വെയർ. നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് എന്തൊക്കെയാണ് ഡിഫക്ട്സ് ഉള്ളതെന്ന് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. ഡ്യൂറിങ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ദ ഔട്ട്പുട്ട് ഓഫ് ഇസ് എ ഡോക്യുമെൻറ്റ് ഈസ് യൂഷ്വലി ടെക്സ്റ്റുവൽ ആൻഡ് അൺഎക്സിക്യൂട്ടബിൾ. നമ്മളിപ്പോൾ ഡിസൈനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, അതേപോലെ റിക്വയർമെൻറ്റ് അനാലിസിസ് കഴിഞ്ഞു, ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഔട്ട്പുട്ട് കിട്ടും. അതൊക്കെ ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും. അത് ടെക്സ്ച്വൽ ഡോക്യുമെൻ്റ് ആണ്. നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് കണ്ട് അതിൻ്റെ എറേഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ആഫ്റ്റർ കോഡിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അവൈലബിൾ ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഫോർ ടെസ്റ്റിംഗ് പർപ്പസ്. ദിസ് ഇംപ്ലൈസ് ടെസ്റ്റിംഗ് നോട്ട് ഓൺലി ഹാസ് ടു അൺകവർ എറേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് കോഡിംഗ് ബട്ട് ഓൾസോ എറർ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഫേസസ്. അതായത് നമ്മൾ പറഞ്ഞു റിക്വയർമെൻറ്റ് അനാലിസും ഡിസൈനും ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അതൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ജസ്റ്റ് ടെക്സ്ച്വൽ ഡോക്യുമെൻറ്റ്സ് ആണ്. എന്നാൽ കോഡിങ് കഴിഞ്ഞാലാണ് നമുക്ക് റൺ ചെയ്ത് നോക്കാൻ പറ്റുന്ന നമ്മളുടെ പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആവുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഡിങ്ങിലുള്ള മിസ്റ്റേക്സ് മാത്രമല്ല കണ്ടുപിടിക്കാൻ പറ്റുക. ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ ഇന്ന ബഗ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ അപ്പുറം പ്രീവിയസ് ഫേസുകളിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ പറ്റിയെന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Thus, the goal of testing is to uncover requirement, design and coding errors in the programs. അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ റിക്വയർമെൻറ്റിലെയും അതേപോലെ ഡിസൈനിങ് ഫേസിലെയും അതേപോലെ കോഡിങ് എറേഴ്സൊക്കെ അതുപോലെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇവിടെത്തി ടെസ്റ്റിംഗ് കൊണ്ടുള്ള മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിക്വയർമെൻറ്റ് ഫേസിലും ഡിസൈനിലും കോഡിങ്ങിലൊക്കെ വരുന്ന ബഗ്സ് കണ്ടുപിടിക്കുക, അതൊക്കെ സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റ് ഫേസുകളെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.